തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശിയായ രേവത് ബാബുവാണ്. ഇന്നലെ രാത്രി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെ ടോൾ പ്ലാസയിലെത്തിയ യുവാവ് വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയിടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പോലീസ് ഇടപെട്ടത്. അവസാനം പോലീസിനെയും ആക്രമിച്ചു. വ്യാജാനെ പിടിച്ചോണ്ടാറാ എടുത്തു കൊടുക്കല്ലേ ഹൈവേയിൽ ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആവുന്നുണ്ട്. ഞാൻ വണ്ടികളോട് പോവാൻ പറഞ്ഞോണ്ട് ഇവരെന്നെ ബ്ലോക്ക് ആയിട്ട് പോർന്നു വെറുതെ ചൂടാക്കണ്ട സാറേ. വണ്ടി ഹൈവേന്ന് പാലേക്കര തൃശ്ശൂർ നീ കള്ള് കുടിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ കള്ളു കുടിച്ചിട്ട് സാറിന് ഇല്ല ഞാൻ ഇരിക്കില്ല വെറുതെ പിടിക്കണ്ട. ഇരിക്കില്ല ആര് ഇരിക്കില്ല സാറാ ഇരിക്കില്ല. എന്റെ പാന്റ് പൊട്ടി പോന്നെ സ്വിച്ച് ബോർഡ് ഇരിക്കില്ല സാറിന്. എന്റെ കുടുംബമായിട്ട് ഞാന് ഓരോ അനാവശ്യമായിട്ട് പെരുമാറിയിട്ടില്ല. കേസ് ഉണ്ടെങ്കിലോ ഇത്ര അധികം ഇരിക്കില്ല സാറേ. ഇരിക്കില്ലാന്ന് പറഞ്ഞില്ലേ? ഇരിക്കില്ല. എന്റെ കൈ പോയാൽ ഞാൻ ഇരിക്കില്ല. ഇരിക്കാൻ പറഞ്ഞിട്ട് ചില്ല് പൊട്ടി കഴിഞ്ഞാൽ വേറെ വിഷയാവട്ടെ. നീ കള്ള് കുടിച്ച് ബേളനാക്കാനുള്ള സ്ഥലമല്ല ഹോസ്പിറ്റല്. ഞാൻ ഇത് പറഞ്ഞു. നീ കള്ള് കുടിച്ച് ബേളനാക്കാനുള്ള സ്ഥലമല്ല ഹോസ്പിറ്റല്. നീ തെറ്റ് ചെയ്തില്ല. കള്ള് കുടിച്ചിട്ടുണ്ട്. നിന്നെ മെഡിക്കൽ നടത്തുമ്പോ അറിയാം കള്ള് കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം. നീ കള്ള് കുടിച്ചില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് മെഡിക്കൽ നടത്തണേ. നിന്നെ മെഡിക്കൽ നടത്തട്ടാ. അപ്പൊ അറിയാലോ കള്ളു കുടിച്ചിട്ടില്ലെന്ന്. ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, കുറെ നാൾ മുമ്പ് ഒരു പൂജാ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ രേവന്ത് ബാബുവിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് പലയിടങ്ങളിലുമൊക്കെ ആളുകളുടെ ഒപ്പം നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ എന്താണ് ഇയാൾ കാട്ടിക്കൂട്ടിയത്? അതായത് രേവത് സ്ഥിരമായി ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവൊക്കെ ചെയ്യാറുള്ള ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെ രാത്രി അങ്ങനെ രേവത് പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് അനധികൃതമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രേവത് മുന്നോട്ട് വരുന്നതും. അങ്ങനെ രേവത് വന്ന വാഹനം അവിടെ ഒതുക്കിയിടുകയും പിന്നീട് ഈ ടോൾ പിരിവ് നിർത്തിവെക്കാനായി ആവശ്യപ്പെടുകയും അവിടെ പ്രതിഷേധിക്കുകയും ടോൾ ഗേറ്റ് ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ പിന്നീട് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. പിന്നീട് അവിടെ സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ആ വാഹനങ്ങളിലുള്ളവരുമായി ഈ രേവത് പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. തുടർന്നാണ് ഹൈവേ പോലീസ് സ്ഥലത്തെത്തുന്നത്. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കിയ സമയത്ത് രേവത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി തട്ടിക്കയറുകയും അവരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രേവതിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ കണ്ടത്. അങ്ങനെ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ രേവതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പോലീസുകാരന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും പോലീസുകാരനെ മർദ്ദിക്കുകയും ചെയ്ത സംഭവവും അതുപോലെ തന്നെ ടോൾ പ്ലാസയിൽ അക്രമം ഉണ്ടാക്കിയെന്നുള്ള സംഭവത്തിലുമാണ് രേവതിനെതിരെ നിലവിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്.